കൊട്ടിക്കലാശം ആ കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങളൊക്കെ അത് എല്ലാവരും കണ്ടതാണ് ജനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എന്തായെന്ന് ചോദിക്കാം അരുണിനോട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കാറായോ? അതാണല്ലോ നമ്മൾ ആദ്യം പോകേണ്ടത്. ഇന്ന് പ്രധാനമായും നിശ്ചിത പ്രധാനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ സാമഗ്രികളുടെ വിതരണം എത്ര മണിക്ക് ആരംഭിക്കും? 8 മണിക്കാണ് തിരുവനന്തപുരത്ത് പോളിംഗ് സാമഗ്രി വിതരണം ആരംഭിക്കുക. എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നേരത്തെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, മുഖ്യ വരണാധികാരി അദ്ദേഹമാണ് ജില്ലയിൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 8 മണിക്ക് തിരുവനന്തപുരത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകൾ ഇന്നുകൂടി ചെയ്യാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലായുള്ള 14 നിയോജക മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ പോളിംഗ് സാമഗ്രി വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. പോളിംഗ് സാമഗ്രിയുടെ വിതരണത്തിന്, അതായത് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകാൻ, ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ തീരമേഖലയും മലയോര മേഖലയും നഗരവും അതുപോലെ ഗ്രാമപ്രദേശങ്ങളും ഒക്കെ അടങ്ങിയ ഒരു മണ്ഡലമാണ്. അവിടെയൊക്കെ ഈ വാഹനങ്ങളിൽ എത്തിക്കണം. ചില ബൂത്തുകൾ, വനത്തിനുള്ളിലുള്ള ബൂത്തുകൾ പോലും ആറ്റിങ്ങലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്തിട്ടുള്ളത്. 695 വാഹനങ്ങളാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടേക്ക് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമാണ്. സായുധ പോലീസിന്റെ അകമ്പടിയിലാകും പോളിംഗ് സാമഗ്രികൾ പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുക. ഓരോ വാഹനത്തിലും സായുധ പോലീസിനെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഈ വിതരണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാകും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടക്കുക. 248 സെക്ടർ ഓഫീസർമാരുടെ സേവനമാണ് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. 14 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാകും. അവിടെ നിന്ന് ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും സാധനങ്ങൾ എത്തിക്കും. വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും. അതിന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ സഹകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടിയിട്ടുണ്ട്. സാധാരണ അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത്. വനിതാ സൗഹൃദ ബൂത്തുകളുണ്ടാകും. കുട്ടികൾക്ക് വേണ്ടി ചില പോളിംഗ് ബൂത്തുകളിൽ ക്രഷുകൾ ഏർപ്പെടുത്തുന്നത്, അതായത് മാതാപിതാക്കൾക്ക് വരുന്ന കുട്ടികളെ വലിയ ക്യൂ ഒക്കെ രൂപപ്പെട്ട് അവർക്ക് ഒരു സമയം ചെലവഴിക്കാൻ ക്രഷുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും കുടിവെള്ള സൗകര്യം, കൊടും ചൂടാണ്, കടുത്ത വേനലാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഉറപ്പാക്കാനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് 24 മണിക്കൂറിൽ താഴെയാണ് ഇനി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളത്. 2 മാസത്തിലേറെ നീണ്ട പ്രചരണങ്ങൾ, സംസ്ഥാനം അടുത്തൊന്നും കണ്ട തരത്തിലുള്ള ശക്തമായ പ്രചരണമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത്. അതും വീറും വാശിയുള്ള പ്രചരണം. അത്രയധികം പ്രാധാന്യത്തോടുകൂടിയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രചരണം ഇത്രയധികം ശക്തമായി മുന്നോട്ട് പോയത്. നിരവധി പ്രത്യാരോപണങ്ങൾ വന്നു. നമ്മൾ കൊട്ടിക്കലാശത്തിൽ പോലും കണ്ടതാണ്. ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാതെ മുന്നണികൾ കൊട്ടിക്കലാശം പോലും തങ്ങളുടേതാക്കാനുള്ള ശ്രമം. കൊട്ടിക്കലാശം കഴിയുമ്പോഴും വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ മുന്നണികൾ. നേരത്തെയുള്ള സ്ഥിതി നിലനിർത്താം എന്ന ഉറച്ച പ്രതീക്ഷയിൽ, അത് ഒരുപക്ഷെ മെച്ചപ്പെടുത്താം, 20 സീറ്റിലേക്ക് പോകാമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒന്നിൽ നിന്ന് വലിയൊരു മുന്നേറ്റം, ഒരുപക്ഷെ ഇരട്ട ഡിജിറ്റിലേക്ക് പോലും മുന്നേറ്റം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. BJP പ്രധാനമന്ത്രി ഇരട്ട ഡിജിറ്റ് കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത്രയൊന്നും പ്രതീക്ഷയിലേക്ക് പോകുന്നില്ലെങ്കിലും കേരളത്തിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കും. 1-ലധികം മണ്ഡലങ്ങളിൽ BJP വിജയം ഉറപ്പിക്കുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ പോലുള്ള മണ്ഡലങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ BJPയും കാണുന്നത്. അരുൺ, തുടരുക. അരുണിലേക്ക് മടങ്ങിയെത്താം. ഞാൻ കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. നവമി ഉണ്ട് അവിടെ. നവമി, ഗുഡ് മോർണിംഗ്. നവമി, എവിടെയാ ഉള്ളത്? അവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? എൽദോ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും രാവിലെ 8 മണി മുതൽ തന്നെ ഈ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. എറണാകുളം ജില്ലയിൽ ആകെ 2294 പോളിംഗ് ബൂത്തുകളാണ് ഇന്ന് മുതൽ സജ്ജമാകുന്നത്. അതിൽ 14 കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും, നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. ഈ വോട്ടർമാരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 26.3 ലക്ഷം വോട്ടർമാരാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ 13,52,692 സ്ത്രീ വോട്ടർമാരും 12,82,060 പുരുഷ വോട്ടർമാരുമായിരിക്കും ഉണ്ടാകുക. 31 ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ 51.34% സ്ത്രീകളും 48.66% പുരുഷന്മാരുമായിരിക്കും. അതിൽ 38,637 കന്നി വോട്ടർമാരാണുള്ളത്. ഇവർ ആദ്യമായാണ് നാളെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവരുടെ വോട്ട് ആർക്കായിരിക്കും എന്നതൊക്കെ ഇനി നമുക്ക് വിധി ദിനത്തിൽ അറിയാൻ സാധിക്കും. 38 ബൂത്തുകളിൽ
വനിതാ ഉദ്യോഗസ്ഥരുടെ കീഴിലായിരിക്കും 28 ബൂത്തുകൾ പ്രവർത്തിക്കുക. ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് കൃത്യമായി ഇടപെടാനും അല്ലെങ്കിൽ അവരുടെയുള്ള എല്ലാ മേൽനോട്ടങ്ങളും പോലീസുകാരായിരിക്കും, വനിതാ പോലീസുകാരായിരിക്കും മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. 1735 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇതിൽ എറണാകുളം ജില്ലയിൽ 3 പ്രദേശങ്ങളാണ് പ്രശ്നബാധിത പ്രദേശങ്ങളായി കണക്കാക്കുന്നത്. അത് കുന്നത്ത് നാട്ടിലെ കാവും പറമ്പിലെ 76, 77 നമ്പർ ബൂത്തുകളിൽ പ്രശ്നബാധിതരായി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴ മേക്കളമ്പിൽ 34 നമ്പർ ബൂത്തിലും പ്രശ്നബാധിത ബൂത്തായി കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് അതിനുള്ളൊരു കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ 2020 പ്രവർത്തകരുമായി CPM പ്രവർത്തകർ തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാധ്യത കണക്കിലെടുത്താണ് ഈ പ്രശ്നബാധിത മേഖലയായി ബൂത്തായി കണക്കാക്കി ഇവിടെ അതീവ സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പോലീസിന്റെ സന്നാഹമാണ് ജില്ലയിലുടനീളം ഇന്ന് ഉച്ച മുതൽ തന്നെ കാണാൻ സാധിക്കുക. ഈ പോളിംഗ് സാമഗ്രികൾ എത്തുന്ന സ്കൂളുകളിൽ അതാത് ഇടങ്ങളിൽ ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ കൃത്യമായി പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെയായിരിക്കും. അവരുടെ ഇന്നത്തെ ഉള്ള ദിവസം അവർക്ക് ഉച്ചഭക്ഷണം, ശുചിമുറികളെല്ലാം തന്നെ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, കൊച്ചി പോലീസിന് കീഴിൽ 757 പോളിംഗ് സ്റ്റേഷനുകളും റൂറൽ പോലീസിന് കീഴിൽ 1538 പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. 142 ഗ്രൂപ്പ് പെട്രോളിംഗ് പോലീസ് ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം സായുധ സേനയും ഒക്കെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷയിലായിരിക്കും നാളെ പോളിംഗ് ബൂത്തുകൾ. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥികളെല്ലാം അവസാനവട്ട ഓട്ടത്തിലാണ് വോട്ടുകൾ ഉറപ്പിക്കാൻ. എല്ലാവരെയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഓടി നടന്ന് ഈ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ഓടി നടന്ന് വോട്ടർമാരിലേക്ക് എത്തുകയും അവരുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഇന്നും അവസാനം ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ളൊരു രാവിലെ തന്നെ ഈ സ്ഥാനാർത്ഥികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇനി ഇവരുടെ വിധി നിർണ്ണയിക്കുന്നത് വോട്ടർമാരാണ്. അത് നാളെയാണ്. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇനി 24 മണിക്കൂറില്ല, അതിൽ താഴെയാണ്. നാളെ ഈ സമയത്തോടൊക്കെ ആകുമ്പോഴേക്കും വോട്ടർമാരെല്ലാം വോട്ടിടാനായി എത്തിക്കഴിയും. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്ന് 8 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, നവമി തുടരുക. ഞാൻ